കിഫ്ബിയുടെ വായ്പ പോലെ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ബോണ്ടിലൂടെ കിട്ടുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ ഉൾപ്പെടില്ല. നമ്മൾ EMS പാർപ്പ പദ്ധതിക്കോ ഇപ്പോൾ ഹഡ്കോയിൽ നിന്ന് അവരെടുക്കുന്ന വായ്പയോ സംസ്ഥാനത്തിൻ്റെ വായ്പയായിട്ട് ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇനി BJP സർക്കാർ എന്താ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. സോ ഇപ്പോൾ ലിജു പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, അതും ഓഫ് ബഡ്ജറ്റ് ബോറിംഗ് ആണ്, ഞങ്ങളതിനെതിരാണ്. UDFൻ്റെ സമീപനം എന്താണെന്നറിയാമോ? സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് എന്താണെന്ന് ആവശ്യം എന്നുള്ളതല്ല, മറിച്ച് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവും ചെലവും ഒപ്പിക്കണ പരിപാടിയാണ്. നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നിന്ന് ചെലവുണ്ട്, പിന്നെ നിയമപ്രകാരമുള്ള 3% വായ്പ എടുക്കും. അത് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു പോകാം എന്നുള്ളതാണ്. LDFന് സ്വല്പം ധൃതിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം തന്നെ, കാരണം ഒരു 25 വർഷം എടുക്കും. ഇന്നിപ്പോൾ കിഫ്ബി വഴി പണിയുന്ന പണികളൊക്കെ ഈ ലിജു പറഞ്ഞ മാതൃകയിൽ ബഡ്ജറ്റിലെ വരുമാനവും ചെലവും വെച്ച് ചെയ്യാൻ ഒരു 25 വർഷം പറഞ്ഞത്. അതുവരെ കാത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏജൻസികളല്ല ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക മോഡലോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനുള്ള ഏജൻസികളെയല്ല ഞങ്ങളുടെ സാമ്പത്തിക സമാഹരണ മോഡൽ വ്യത്യസ്തമാണ്. അതേ ഉദ്ദേശമുള്ളൂ. അവർക്ക് വേറെ ധനകാര്യ ഏജൻസി ഉണ്ട്. ഐസക് കേരളിനെ എന്തുകൊണ്ട് ഞങ്ങൾ എതിർത്തു? അതിവേഗ ട്രെയിൻ വരുമോ എന്ന് പറയുമ്പോൾ തന്നെ ട്രെയിൻ മോഡലിനെ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ DPR പോലും കാണാതെ ശ്രീധരൻ പറഞ്ഞപ്പോഴേ പിന്തുണച്ചു. ഈ വ്യത്യാസമുള്ളൂ. അങ്ങനെയല്ല, ഞങ്ങൾ അതിവേഗ പാതയ്ക്കൊന്നും എതിരല്ല. പക്ഷെ അതിനകത്ത് പാരിസ്ഥിതിക പഠനം ഉണ്ടാവണം, കാര്യത്തിൽ ട്രാൻസ്പെറൻസി ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും. ലിജു അതിനു മുമ്പേ കയറി പിന്തുണച്ചല്ലോ. അതിവേഗ ട്രെയിൻ വേണമെന്ന് ആർക്കാണ് സംശയം? പ്രശ്നം ഇനി കേന്ദ്രം അംഗീകരിച്ച് വന്നാൽ പോലും ഇതിവിടെ നടക്കാൻ സമ്മതിക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ്. ആ വീഡിയോ ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ പ്രോജക്ട് റിപ്പോർട്ടിനല്ലേ എതിർത്തത്? ചെങ്ങന്നൂരിലെ ചതുപ്പ് നിലങ്ങളിലൂടെ വിദേശ ജപ്പാനിലെ അറിയുന്നില്ലല്ലോ. ഈ പ്രോജക്ടിന്റെ DPR കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആശയത്തല്ലേ അനുകൂലിച്ചത്? അത് ശരി. ആ DPR അംഗീകരിച്ചു വന്നിട്ടില്ല. നിങ്ങൾ പുറത്തു വിട്ടതിനെ ആ DPR അംഗീകരിച്ചു വന്നിട്ടില്ല. റെയിൽവേ മന്ത്രാലയം ഫൈനലൈസ് ചെയ്തിട്ടില്ല. കേരളത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു പൂർത്തിയായിക്കോളൂ. തോമസ് ഐസക്. ലിജു, ഞാൻ പറയുന്നതേ ഒരു കാര്യം ഇപ്പം ബോധ്യപ്പെട്ട് കാണും. നമ്മളിനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പണിയെടുക്കണം കേട്ടോ. എന്താണ് നിങ്ങളുടെ ബദലെന്ന് കൃത്യത വരുത്തണം. ഞങ്ങളത് ആശങ്കപ്പെടണ്ട. ഈ ഒരു കാര്യം അതെ ഉണ്ടാക്കിക്കൊണ്ടുപോവാ, വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റിലാണോ ജോർജ് ജോസഫ് നിൽക്കുന്നത്? LDF തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൃത്യമായി അവരുടെ കാഴ്ചപ്പാട് വെച്ച് കഴിഞ്ഞു. അതോടെ ക്ലാരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞോട്ടെ, ലിജു കഴിയട്ടെ, പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ പോയിന്റേ ഉള്ളൂ. ബഹുമാനസി തോമസ് ഐസക്ക് ആഡ് ചെയ്തോ. ഞാൻ ഈ അക്കാഡമിക് ഞാനൊരു നല്ല ചർച്ച ആയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് പങ്കെടുക്കാമെന്ന് തന്നെ ശരത്തിനോട് സമ്മതിച്ചു. അറിയാലോ ശരത്തെ, നമ്മളൊരു വിഷയത്തെ വളരെ അക്കാഡമിക് അല്ലെങ്കിൽ ഐസക് സാറിനെ പോലെ ഒരാൾ സംസാരിക്കുന്നു, അത് നല്ലതാണ്. കാരണം രണ്ട് വിഷനുകൾ തമ്മിലാണല്ലോ സംസാരിക്കുന്നത്. അദ്ദേഹം LDFൻ്റെ വികസന മോഡൽ പറഞ്ഞു. ഓഫ് ബഡ്ജറ്റായ കടമെടുപ്പ് രീതികളാണ് ഞങ്ങളുടെ ധനസമാഹരണ മാർഗം. അത് സർക്കാർ ഗ്യാരണ്ടി ചെയ്ത് വിദേശ ഏജൻസികളിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവിടുത്തെ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടെ ഞങ്ങൾ സർക്കാർ ഗ്യാരണ്ടി ചെയ്ത ബോണ്ടുകൾ ഇറക്കും. അതെല്ലാം ബജറ്റിന് പുറത്തുള്ള ഒന്നായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ബേസിക് കോർ ഐഡിയ ആയിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളിങ്ങനെ മറച്ചു വെച്ചെടുക്കുന്ന കടങ്ങൾ കൊണ്ട് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ മറച്ചു വെക്കുന്നതിന് തുല്യമാകും. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ മാറാവുന്നതുകൊണ്ട് ഭാവിയിൽ വരാവുന്ന ഗവൺമെൻറ്റുകൾക്ക് അത് വലിയ ബാധ്യതയാവുകയും കടമെടുപ്പ് പോലുള്ള കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും അല്ലേ? അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സാമ്പത്തിക സമാഹരണത്തിന് നിങ്ങളുടെ തരത്തിലുള്ള ഒരു മോഡൽ, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയ ഒരു മോഡൽ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കോർ ഐഡിയ. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ വന്നോളൂ.